ശ്രീ ജിതിൻ, ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, പഴകും തോറും വീര്യം കൂടുന്നൊരു വീഞ്ഞാണ് മമ്മൂക്ക എന്ന്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്തരം കഥാപാത്രങ്ങളാണല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ ഒരു കാലത്ത് കണ്ടുകൊണ്ടിരുന്ന മമ്മൂട്ടിയല്ല ഒരു കാലത്തിന് ശേഷം നമ്മൾ കാണുന്നതും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി. അപ്പോൾ അതൊക്കെ നേരിൽ കാണുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ആരാധകനാണെന്നുള്ള നിലയിലൊക്കെ എനിക്ക് എന്താണ് തോന്നിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരുടെ ആ ഒരു ശ്രേണിക്ക് ഉപരി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്റ്റാർഡമുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് മമ്മൂക്ക. ഏറ്റവും സൂപ്പർ മെഗാസ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു, പക്ഷെ അതിനപ്പുറത്ത് ഈ സ്റ്റാർഡത്തിന്റെ ആഴത്തെ തലങ്ങളിലേക്ക് പോകുന്നതിനുപരി അദ്ദേഹത്തിന്റെ ഉള്ളിലെ നടൻ എന്നുള്ള രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിന് ഒരു കിക്ക് ഉള്ളതെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എഴുതി വെച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷ്വലി അല്ലെങ്കിൽ ഓഡിയോ മ്യൂസിക്കും എല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിനകത്ത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് പെർഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ അതിനെ വേറൊരു ഡയമെൻഷനിലോട്ട് അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റും. അദ്ദേഹം ആ രീതിയിൽ ഹോംവർക്ക് ചെയ്യും. അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന രീതിയിലുള്ള ചില പെർഫോമൻസിലെ ചില സംഗതികൾ കൊണ്ടും അദ്ദേഹം അതിനെ എൻഹാൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു സംഗതി അനുഭവിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ആ ഒരു പ്രോസസ്സിലൂടെ എനിക്കൊന്ന് ജീവിതത്തിൽ തന്നെ ഏറ്റവും നമുക്ക് ഒരു ഗൂസ് ബംസ് ഒക്കെ തരുന്ന എന്നൊക്കെ പറയാൻ പറ്റുന്ന മൊമെന്റ്സിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. അത് അദ്ദേഹം ഈ സിനിമയിൽ ഇതുപോലെ പങ്കാളിയായി മാറിയത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് വേറൊരു രീതിയിലും കിട്ടാൻ പോകുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ചില മെമ്മറീസ് ആണ് അങ്ങനെ കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ട്.